അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ഈ മെയിൻ ആർക്ക് കഴിഞ്ഞതിന് ശേഷം തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് അധികം ആരും കണ്ടിട്ടുണ്ടാവുമോ അല്ല അധികം ആരും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോകുന്ന വഴി കണ്ടായിരുന്നു, എന്നുവെച്ചാൽ തിരിച്ച് റിട്ടേൺ മൂകാംബിക കയറി വരുമ്പോഴാണ് നമ്മളിവിടെ ജസ്റ്റ് ചവിട്ടിയത്. സോ അവിടെ കണ്ടല്ലോ, നിങ്ങൾ കണ്ട പോലെ പൂവും പിന്നെ ഒരു മണി കിട്ടും. അതാണ് ഇവിടുത്തെ, ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 20 രൂപക്ക് മണി കിട്ടും. അപ്പോൾ അത് ഇവിടുത്തെ വനദേവത ആണ് ഇവിടെ. ഇപ്പോൾ ഈ തന്നത് മണ്ണും നമ്മൾ കൊടുത്ത മണിയൊക്കെ ജസ്റ്റ് അയാൾ ഇങ്ങനെ എടുത്തിട്ട് തന്നു. അപ്പോൾ നമ്മളത് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെയുള്ള മരത്തിൽ കെട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. ജോലി ആഗ്രഹിച്ച് കെട്ടുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുപാട് തൊട്ടിലും കാര്യങ്ങളും കെട്ടിയവരുണ്ട് ഇവിടെ. സോ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു ആചാരം. അപ്പോൾ അങ്ങനെ പിന്നെ കോഴീനെ അറക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു സൈഡിൽ, നേർച്ചയുടെ തോന്നുന്നു. സോ അടിപൊളി വനദേവത എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്, ആ ഒരു ആംബിയൻസ് ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് ദേവീനെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അവിടെ മണിമുട്ടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ഒരുപാട് മണി, ഒരുപാട് തൊട്ടിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അത്ര ആൾക്കാർ വിശ്വസിച്ച് ചെയ്യുന്നവരെ കൂടുതലും ഇവിടെ കർണാടകക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളികൾ എനിക്കൊന്ന് പാസ് ടൈം ഇങ്ങനെ കാണുന്നവരുണ്ട്, അവിടെ കയറുന്നവരുണ്ടാവും. അങ്ങനെ എന്തായാലും ഇവിടെ വരുന്നവർ ആ ആർക്ക് കഴിഞ്ഞപ്പോൾ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ഒതുക്കി വെക്കാനുള്ള സ്പേസും കൂടി